ഇത് ഞാനാണ് കൃഷ്ണൻകുട്ടി. നീ എവിടെന്നാ കൃഷ്ണൻകുട്ടി? നിന്നെ മുത്തനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കനകമാകെ വിഷമിച്ചിരിക്കുക. നിന്റെ കുഞ്ഞു മാത്രം അല്ലലില്ലാതെ കഴിയണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടല്ലേ? നീ ചവിട്ടി അരച്ച കുറെ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾ വിശപ്പ് മാറ്റാൻ ഗതിയില്ലാതെ കരഞ്ഞു തളരുന്ന നിനക്കറിയോ? കൃഷ്ണൻകുട്ടി, നീ എന്തൊക്കെയാണ് പറയുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്താണ്. 5 വർഷമായിട്ട് ഞാൻ ആ ഭ്രാന്ത് മറച്ചു പിടിച്ച് നിന്നെ തെരഞ്ഞു നടക്കുകയായിരുന്നു. ഇന്നാണ് എനിക്ക് നിന്റെ വിശ്വരൂപം തെളിഞ്ഞത്. കൃഷ്ണൻകുട്ടി, അനിയ, നീ ആരോടെ സംസാരിക്കുന്നെന്ന് അറിയാമോ? അറിയാം. പാണാട് ഗ്രാമത്തിലെ 41 ആശാരിമാരെ പണിക്കെന്ന് പറഞ്ഞ് ഗൾഫിൽ കൊണ്ടുപോയിട്ട് അവരറിയാതെ അവരുടെ പെട്ടിയിൽ മയക്കുമരുന്ന് നിറച്ചു വെച്ച് അത് വിറ്റ് കാശ് പിടുങ്ങുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേർഡ്. എന്റെ കയ്യിൽ ഇപ്പൊ നീ ലാളിച്ചു വളർത്തുന്ന നിന്റെ മകളുണ്ട് മുത്ത്. അവളുടെ ജീവൻ ഇപ്പൊ എന്റെ കയ്യിലാ. സത്യമാണ് ഈ പറയുന്നത്? കൃഷ്ണൻകുട്ടി, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിൽ തരാം. നീ പറയുന്നത് എന്തും. എനിക്കറിയാം. ഇതറിഞ്ഞാൽ നീ എനിക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തരുമെന്ന്. വേണ്ട, നീ വാരിത്തരുന്ന മുതലൊന്നും എനിക്ക് വേണ്ട. ഞാൻ മൂലം വഴിയാധാരമായവർ, അവർക്ക് നഷ്ടപ്പെട്ട സ്വർണവും വസ്തുവും നീ തിരിച്ചു കൊടുത്തേ പറ്റൂ. ഞാൻ കാരണം നിന്റെ നാട്ടുകാർ ഒത്തിരി പേർ ജയിലിലായി, ഒത്തിരി കുടുംബങ്ങൾ നശിച്ചു. നീയും അതിൽപ്പെട്ട ഒരാളാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല കൃഷ്ണൻകുട്ടി? നിന്റെ കുംഭസാരം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിലോ? നിന്റെ രക്തത്തിൽ പിറന്ന കുട്ടി എന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കും. എന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയോ? എന്റെ രക്തത്തിൽ പിറന്ന കുട്ടിയെ നീ കാണാൻ വഴിയില്ലല്ലോ കുട്ടി. ഞാൻ തന്നെ അടുത്തങ്ങ് അവരെ കണ്ടിട്ടില്ല. അവർ ഊട്ടിയിലോ ഡാർജിലിംഗിലോ മിടുക്കന്മാരായി പഠിക്കുന്നുണ്ടാവും. പിന്നെ നിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുഞ്ഞില്ലേ മുത്ത്, അതേതോ പിഴച്ചു പെറ്റ ഭ്രാന്തി തേവിടിച്ചുകൊണ്ടായ കുഞ്ഞാടാ. കുട്ടിയുമായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ഏതോ ഒരു ഭ്രാന്തി പെണ്ണിന്റെ ഫോട്ടോയും വാർത്തയും പത്രത്തിൽ കണ്ട കനം ദത്തെടുത്തതാ. നിനക്കറിയാമോ, കനകത്തിന് ഒരിക്കലും ഒരു അമ്മയാകാൻ പറ്റില്ല. ഏടാ മണ്ട, ആ കുട്ടി എനിക്കൊരു തലവേദനയായിരുന്നു. നിനക്കറിയാലോ കനകത്തിന്റെ അച്ഛന്റെ സ്വത്തിനെ കുറിച്ച്. ആ സ്വത്ത് എന്റെ കയ്യിൽ വന്ന് ചേരണമെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കരുത്. അവളെ ഒന്ന് കൊന്നു തന്നാൽ എനിക്കുണ്ടാവുന്ന സന്തോഷം എന്താണെന്ന് നിനക്കറിയാമോ? എടാ കിട്ടൻകുട്ടി, വെറുതെ നേരം കളയാതെ ഫോൺ വെച്ചിട്ട് പോടേർക്ക. അവന്റെ ഒരു ബ്ലാക്ക് മെയിലിംഗ്. ഈ മയക്കുമരുന്നും പെട്ടി നിന്റെ കയ്യിലുള്ള വിവരം അയാൾക്കറിയോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും. ആ കുട്ടി എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ. കൃഷ്ണൻകുട്ടി, ഈ നടന്നതല്ല നീ അയ്യരുടെ ഭാര്യയോട് പോയി പറയണം. ഇനിയെങ്കിലും അവരറിയട്ടെ അയ്യർ ആരാണെന്ന്. അവരോട് അറിഞ്ഞോണ്ടായിരിക്കും ഇതൊക്കെ. ഇല്ല, അങ്ങനെ ആവാൻ വഴിയില്ല. അവരൊരു നല്ല സ്ത്രീയാ. എന്തായാലും നീ സംഭവിച്ചതൊക്കെ അവരോട് പോയി പറയണം. പറഞ്ഞേ പറ്റൂ. കുട്ടിയുടെ യഥാർത്ഥ അമ്മ ആ സ്ത്രീ ഇപ്പൊ എവിടെയുണ്ടെന്ന് അറിയാമോ? മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് റിലീസായതിനു ശേഷം പാലാരവട്ടത്തെ ഏതൊരു പൂർ ഹോമിലായിരുന്നു. ആ പൂർ ഹോമിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും വേണം. സുബ്രഹ്മണ്യം, സാർ, സേഫിൽ നിന്നും അന്നത്തെ ഡേറ്റുള്ള എന്റെ പേഴ്സണൽ ഫയൽ എടുത്തു കൊടുക്കൂ. അതിലുണ്ടാവും അഡ്രസ്. ശരി സാർ. ആ സ്ത്രീ പിന്നീട് ഇവിടെ കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടോ? 1 2 വട്ടം. ഇവിടെ വെച്ചല്ല, ഞങ്ങൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോകും. അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. കനകത്തിന്റെ ഒരു കസിനാണെന്നാണ് മുത്തിനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. 2ാം പ്രാവശ്യം കണ്ടപ്പോൾ ആ പെൺകുട്ടി മുത്തിനെ കെട്ടിപ്പിടിക്കുകയും കരയുമൊക്കെ ചെയ്തു. അതോടെ കനകം ആ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളല്ല കുട്ടിയുടെ മാതാപിതാക്കളെന്ന് അറിയുമ്പോൾ അത് ഞങ്ങൾക്ക് താങ്ങാനാവില്ല സാർ. കുട്ടിയെ കൊണ്ട് പുറത്തു പോയിട്ട് കൃഷ്ണൻകുട്ടി എന്തെങ്കിലും വൈകി വന്നിട്ടുണ്ടോ? ഇല്ല സാർ, അവനൊരു മോശക്കാരനെ അല്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അവനെ സംശയിക്കാനേ പറ്റത്തില്ല. ഇതാ സാർ. അവിടെ എന്റെ മോളെവിടെ? പറ, എന്റെ മോളെ നിങ്ങൾ എന്ത് ചെയ്തു? പറയാൻ. എന്റെ മോളെ നിങ്ങൾ എന്ത് ചെയ്തു? പറ. എനിക്കറിയില്ല. എനിക്കറിയില്ല കുട്ടി. എനിക്ക് എന്റെ മോളെ വേണം. എന്റെ മോളെ എനിക്ക് വേണം. എന്റെ മോളെ കനകം ഇതൊക്കെ സഹിക്കുന്നു എന്ന് ഭാവിക്കുക. ആക്ച്വലി
അവൾ ആകെ തകർന്നിരിക്കുക. ഇരിക്കും. ഞങ്ങൾ എല്ലാവരും മുത്തിനെ അത്ര കണ്ട് സ്നേഹിച്ചിരുന്നു സാർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ആ കൃഷ്ണൻകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മൂവ്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. അവനാണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അവനങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. മതി സാർ. ആ കുട്ടിയെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. അനാസ്ഥ കൊണ്ടല്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്നല്ലേ. സാരമില്ല. തൽക്കാലം സീത ഇവിടെ തന്നെ നിൽക്കട്ടെ. സാറിന്റെ മിസ്സസിനും അതൊരു റിലീഫ് ആയിരിക്കും. സീത, നീ സീത, സീത, കരയരുത്. എന്റെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞ്, നമ്മുടെ കുഞ്ഞിനെ കാണുന്നില്ല. നമ്മുടെ കുഞ്ഞ്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ കുഞ്ഞ് അവൾ ആരാണെന്നറിയാതെ ഇന്നലെ വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ? ഞാൻ ഇത്രയ്ക്ക് പാപിയായി പോയില്ല. എന്റെ മോളെ ഞാൻ എന്ത് പറ്റി? പറ, എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എന്റെ കുഞ്ഞിന് എന്ത് പറ്റി? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞങ്ങളുടെ കുഞ്ഞാണ് മുത്ത്. മുത്തിന്റെ ജീവൻ വെച്ച് വിലപേശുന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ ഭർത്താവ്. അയാൾക്ക് നഷ്ടമായ മയക്കുമരുന്ന് എനിക്ക് വേണ്ട. ഞാനത് തിരിച്ചു കൊടുക്കാം. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കൊല്ലും ഞാൻ. എല്ലാത്തിനെയും കൊല്ലും, കൊല്ലും. കനകം, നീ ഇന്നും തൂങ്ങല്ലേ? നീ നിമ്മതിയാ തൂങ്ങമ്മാ. ആ പോലീസ് ഓഫീസർ പറഞ്ഞത് കേട്ടില്ലേ? നാളെ എന്തായാലും മുത്തിനെ കണ്ടെത്തും. ജീവനോടെയോ അതോ? ഛേ, എന്തായി പറയുന്നേ? ഞാൻ ചോദിച്ചാ നിങ്ങൾ സത്യം പറയുവോ? നിങ്ങൾ ആരാ? ഞാൻ ഈ അറിഞ്ഞതൊക്കെ സത്യമാണോ? എന്താ നീ അറിഞ്ഞത്? കൃഷ്ണൻകുട്ടിയോടെ വന്നിരുന്നു. അവ സ്വന്നതെല്ലാം നീ നമ്പിട്ടിയാ? നിനക്കറിയാമോ, അവനാണ് നമ്മുടെ മുത്തിനെ തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് അവൻ ഫോണിൽ വിളിച്ചിരുന്നു, മുത്തിനെ തിരിച്ചു തരണമെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. മതി, ഇനി അഭിനയൊന്നും വേണ്ട. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഓ, എല്ലാം പറഞ്ഞല്ലേ? എടുക്കണവൻ. ഇനി നാനാ ഒന്നും சொல்ல വേண்டிய അവസ്ഥ ഇല്ലയേ? சொல்லணுமே? சொல்றേ. നീ അറിഞ്ഞതും കേട്ടതെല്ലാം സത്യമാണ്. നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇല്ല, നിങ്ങൾ ഞാൻ വെറുതെ വിടില്ല. എന്റെ മുത്തിന് വല്ലതും സംഭവിച്ചാൽ മിണ്ടരുത്. കുഞ്ഞിനെ കാണാതെ പോയ വളർത്തമ്മയ്ക്ക് ഒരു ആത്മഹത്യയാകാം. അതിന് തെളിവുണ്ടാക്കാം. പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. നേരം വന്ന് പുലർന്നോട്ടെ, എല്ലാം ശരിയാകും.
ശരിയാക്കും.